ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്ത് പെട്ടെന്നല്ലേ ഓരോ ദിവസവും കഴിഞ്ഞ് പോണത്. ഇന്ന് ശനിയാഴ്ച ആയി. അപ്പോൾ ഇന്ന് രാവിലെ കേട്ടോ മദ്രസ. റേട്ടനും ഉമ്മോളും എണീറ്റപ്പോൾ തന്നെ ഐശുക്കുട്ടി എണീറ്റ്. അപ്പോൾ ഞങ്ങൾ ദേ 3 പേരും കൂടെ ചായ കുടിക്കാൻ ഇരുന്ന്. അപ്പോൾ ഉമ്മോൾ ദേ പർദ്ദൊക്കെ ഇട്ട് നല്ല കുട്ടിയായി റെഡിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടാക്കി. അപ്പോൾ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ മാങ്ങ കണ്ടു. എന്നും കുട്ടികൾക്ക് പഴ അല്ലെങ്കിൽ പിന്നെ വല്ല പപ്പടം അല്ലെങ്കിൽ ഇതിൽ കറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല. പഴം നോക്കിയപ്പോൾ പഴം കടയിൽ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ മാങ്ങ കണ്ടു. നീലം മാങ്ങയായിരുന്നു കേട്ടോ. നല്ല മാങ്ങ ഇട്ടത്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ വിചാരിക്കും മഴയല്ലേ വെള്ളമൊക്കെ കയറിയിട്ട് മധുരമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല മാങ്ങയാണ്, കേടുമില്ല, മധുരമൊക്കെ ഉണ്ട്. ഉമ്മ പുട്ടിൽക്ക് ചായ വെച്ചിട്ടാണ് കേട്ടോ കുടിക്കുക. അപ്പോൾ ഉമ്മ വെറുതെ മാങ്ങ കഴിച്ചു. പുട്ടിൽക്കൊന്നും കൂട്ടിയൊന്നുമില്ല. നല്ല ടേസ്റ്റാട്ടോ പുട്ടും മാങ്ങയും. ഒന്നിങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഉമ്മ വന്ന് പറയുന്നുണ്ട് എത്ര രൂപ എന്നൊക്കെ ഉണ്ട് ഉമ്മ ചോദിക്കുന്നത്. 55 രൂപയാണ് മാങ്ങയ്ക്ക്. അപ്പം ഞാൻ 4 മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 4 മാങ്ങയും ഞാൻ വാങ്ങിച്ച് പോന്നു. അപ്പോൾ മക്കളെ മദ്രസ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിന് പോയി വരുമ്പോഴത്തെ ഇത് വാങ്ങിച്ചിട്ട് വന്നത്. അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്തു ഇതാക്കി വെച്ചു. അപ്പോഴത്തേനും മക്കൾ വരുമ്പോഴത്തേനും മക്കൾക്കത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നല്ല മഴയാണല്ലേ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഓരോ ന്യൂസ് കാണുന്നതാണ്. അപ്പോൾ അത് കാരണം കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ മക്കളൊന്നും സ്കൂളിൽ പോകുമ്പോൾ അവർ ഇത്തിരി വലുതായെന്ന് വെച്ചാലും അവർ പോയിട്ട് വരുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എൻ്റെ മക്കളൊക്കെ ഇത്തിരി പോകാനുണ്ട് വണ്ടി വരാൻ. അപ്പം ഞാൻ അവിടേക്ക് കൊണ്ടാക്കി കൊടുക്കും. അവർക്ക് പോകാവുന്ന അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം. മഴ കാരണം ലൈൻ കമ്പി പൊട്ടിക്കെടുക്കുക, മരങ്ങൾ വീഴുക, പിന്നെ മഴയൊക്കെ പെയ്താകെ വഴുക്കലും ഇതൊക്കെ ഉണ്ടാവും. അപ്പം അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴത്തേനും ഇതേ മക്കളെ ഞാൻ കൊണ്ടുവന്നു. പുട്ടും മാങ്ങ അവർക്ക് അതൊക്കെ ആക്കി വെച്ച് കൊടുത്തു. ഐശുവിനും മോൾക്കും പിന്നെ എല്ലാതും അവർ രണ്ടുപേരും കഴിച്ചോളും. മോൻക്കാണ് കേട്ടോ എല്ലാത്തിനും ഒരു മടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നല്ല ടേസ്റ്റുണ്ട്. അപ്പം എന്നോട് പറയുന്ന ഐശുക്കുട്ടി പറയണം വെച്ചാൽ കുറച്ചെടുക്കെന്ന് പറയണം. ഞാനും കഴിക്കാനിരിക്കുന്നുണ്ട് അവരെ കൂടെ. അപ്പം എന്നോട് പറയണേ കുറച്ചെടുക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ മോൻ വിളിച്ചു. അപ്പോൾ മോൻ്റെ അടുത്തേക്ക് പോയതാണ്. മോൻ വെറുതെ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. വെറുതെ മാങ്ങ കഴിക്കാൻ കൊടുത്തപ്പോൾ അതും അവനക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത്, ഇന്നലെ ഞാൻ സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി മീൻ വാങ്ങണമെന്ന് വിചാരിക്കണം. മീനൊക്കെ ഞങ്ങളവിടേക്ക് എത്തുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ആയാൽ നമുക്ക് വില കുറവിന് കിട്ടും. അപ്പോൾ ചെമ്മീൻ കണ്ടു. അപ്പോൾ ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കില്ല കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അത് ക്ലീൻ ചെയ്യുക. അങ്ങനെ ഇട്ടാൽ ചെയ്യുക. അപ്പം മീൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് മസാല ആക്കി വെച്ചിട്ടുണ്ടായി. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചു. എന്നിട്ട് അത് മക്കളെ മദ്രസയിലാക്കി വന്നതിന് ശേഷം അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. മസാല ഒക്കെ പരത്തിയിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വറുത്ത് ഭയങ്കരമായിട്ട് മുരിക്കണ്ട കേട്ടോ ചെമ്മീൻ. നമ്മൾ ദമ്മിലിടുമ്പോൾ അതിൽ കിടന്നൊന്നും കൂടെ ആയിക്കോളും. ഭയങ്കരമായിട്ട് മുരിയുമ്പോൾ നമുക്ക് കടിക്കുമ്പോൾ എന്തോ ഒരു ഇതാണ്. അപ്പോൾ അത്രയൊന്നും മുരിച്ചെടുക്കണ്ട. എന്നിട്ട് പിന്നീട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. സവാളയും ഞാൻ അധികം മൂപ്പിച്ചെടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ മക്കളില്ലാത്ത ദിവസം, അതായത് സ്കൂളില്ലാത്ത ദിവസം മക്കൾക്ക് നല്ലോണം ഫുഡ് കഴിക്കുന്ന വെച്ചാൽ 2-3-4 നേരം ഇങ്ങനത്തെ കറികളോ അല്ലെങ്കിൽ വല്ല ബിരിയാണി വെക്കണമെങ്കിലും ചെമ്മീൻ കറി അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ അവർ 3-4 വട്ടം ചോറ് കഴിക്കും. അപ്പോൾ ഇതിനൊക്കെ അതായത് ബിരിയാണി വെക്കണമെങ്കിൽ മസാല ഇങ്ങനെ ഈ സവാള ഭയങ്കരമായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലോണം മസാല വേണ്ടി വരും. അപ്പോൾ ചോറിൽ മസാല ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മൊരിയിച്ചെടുക്കൂല കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഇതിലൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇന്ന് സാധാ അരി എന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളരിയില്ലേ. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ നിന്ന് വെള്ളരി കിട്ടും. ഓണം അങ്ങനെയൊക്കെ ആകുമ്പോൾ കിട്ടാറുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ കുറച്ചരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കണത്.
അപ്പോൾ ഇത് നല്ലോണം നമ്മുടെ ചെമ്മീൻ മൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല ഇത്തിരി അധികം ഇട്ട് കൊടുത്തോട്ടോ, അതൊരു നല്ല ടേസ്റ്റാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതൽ കാരണം സവാളൊന്നും പിന്നെ മൊരിച്ചിട്ട് അങ്ങനെ ഇട്ടൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ എന്തായാലും സവാള മൊരിക്കണം, ഒന്നുകിൽ വെളിച്ചെണ്ണയിൽ തന്നെ മിക്കവരും ആക്കുള്ളൂ. അപ്പം ഞാൻ ഈ മസാല മാത്രമേ ആക്കിയുള്ളൂ. എന്നിട്ട് ആ ചോറിലിട്ട് നല്ലോണം മിക്സ് ചെയ്തതാട്ടോ. എന്നിട്ട് കുറച്ച് നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ചെമ്മീൻ ഇടുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇതായാൽ നല്ലോണം ഇതാവും. അപ്പം ഇതാണ് എൻ്റെ ബിരിയാണി. ഞാൻ ബിരിയാണി ആയതിനൊക്കെ ശേഷം മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിന് ശേഷം കേട്ടോ ഞാൻ കുളിക്കാൻ പോയത്. എന്നിട്ട് ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതിങ്ങനെ ആക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ബായ്.